നമുക്കിന്ന് കൂന്തൽ നിറച്ചത് ഉണ്ടാക്കാവേ. അപ്പോൾ ഇതേപോലെ പാനടപ്പത്ത് വെച്ച് സവാളയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി ഇതൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാവേ പൊടികളെല്ലാം. അപ്പോൾ പൊടികളെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഇതേപോലെ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞാണ് 2 എണ്ണം അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാവേ. ഇനിയും കണവയുടെ തലയും ചിറകും അരിഞ്ഞതാണ് ചെറുതായിട്ട്, അതുകൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ചെറുതീയിലൊന്ന് വേവിച്ചെടുക്കാവേ. അപ്പോൾ ഇതേപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ തണുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ കൂന്തലിനകത്തോട്ട് ഇത് നിറച്ച് കൊടുക്കാവേ. അപ്പോൾ ഇതേപോലെ ഇത് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്കൊരു ഈർക്കൽ കൊണ്ട് ഇതെല്ലാം കുത്തി നമുക്ക് ആവി വേവിച്ചെടുക്കാം. ഇതേപോലെ ഇഡ്ഡലിക്കൂട്ടത്തിൽ ആവി വേവിച്ചെടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ആവി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു ടേസ്റ്റിന് വേണ്ടി നമുക്കൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഇതേപോലെ പാനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല മണവും വരുന്നുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ സോസും കൂട്ടിയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ് വൈകിട്ട് ചായയുടെ കൂടെ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ബായ്.